ഡേ 4. ഇന്നത്തെ കാര്യങ്ങളെല്ലാം അറിയുന്നതിന് മുമ്പ് നമുക്ക് ഡേ 3 ഒന്ന് ബ്രഷപ്പ് ചെയ്തിട്ട് തുടങ്ങാം. സോ വെൽക്കം ബാക്ക് ടു ഷോ ദാറ്റ് നെവർ എൻഡ്സ്. യു വാച്ചിങ് BBCM ബാംഗ്ലൂർ കൺഫ്യൂസ്ഡ് മല്ലു. ഡേ 3 നമ്മൾ എന്തൊക്കെയാണ് അറിഞ്ഞത്? എന്താണ് കാർബോഹൈഡ്രേറ്റ്സ്, അതിലെന്തൊക്കെ വെറൈറ്റി ഉണ്ട്, പിന്നെ ഒരു ബോണസ് പോയിൻറ്റും. ഇതെല്ലാം അറിയണമെങ്കിൽ എൻ്റെ ഡേ 3 വീഡിയോ കാണണം. അതെൻ്റെ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. കയറി കണ്ടിട്ട് തന്നെയാണെങ്കിൽ ഈ വീഡിയോന് ഒരു കണ്ടിന്യൂറ്റി കിട്ടും, ഇല്ലേ? അപ്പോൾ നമുക്ക് ഡേ 4 അങ്ങോട്ട് തുടങ്ങാം. ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് ഒരാൾക്കടെ കാലറി റിക്വയർമെൻറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, നമ്മുടെ ഡേ ടു ഡേ പ്രോട്ടീൻ റിക്വയർമെൻറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, പിന്നെ ഒരു ക്രേസി ഇമ്പോർട്ടൻറ്റ് ബോണസ് പോയിൻറ്റും. ഈ ബോണസ് പോയിൻ്റ് സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഏതൊരു ഡയറ്റ് ചെയ്താലും ഈ പറയണ ബോണസ് പോയിൻ്റ് ചെയ്താൽ മാത്രമേ നമുക്കൊരു ബെനിഫിറ്റ് കിട്ടുള്ളൂ. ആ ഒരു ബോണസ് പോയിൻ്റ് അറിയാൻ വേണ്ടി ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ മറക്കണ്ട. അപ്പോൾ ആസ് യൂഷ്വൽ ഒന്നിന്ന് തുടങ്ങാം. എങ്ങനെയാണ് ഒരാൾക്കടെ കാലറി റിക്വയർമെൻറ്റ് അറിയണം? അതറിയണതിന് മുമ്പ് എന്താണ് കാലറി എന്നറിയണം. സോ കാലറി എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കണ ഫുഡില്ലേ, അത് നമ്മുടെ ബോഡിയിലെത്തുമ്പോൾ അത് നമുക്ക് എന്തായിട്ട് മാറും? എനർജി ആയിട്ട് മാറും. ആ എനർജീനെ നമ്മൾ മെഷർ ചെയ്യണ യൂണിറ്റിൻ്റെ പേരാണ് കാലറി. നമ്മൾ കഴിക്കണ ഒരു ബിരിയാണിക്കും ചോറിനും ചായക്കും വേറെ വേറെ കാലറിയാണ്. ഓർക്കുമ്പോൾ തന്നെ മതി തന്നെ. അപ്പോൾ കാലറി എന്താണെന്ന് പിടികിട്ടിയല്ല. ഇനി ഈ സംഭവം എങ്ങനെയാണ് ഒരാൾ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് അറിയാം. നമ്മുടെ ബോഡി വെയ്റ്റ് ഇൻറ്റു 15 ചെയ്യണമെങ്കിൽ നമ്മുടെ കാലറി എന്താണെന്ന് നമുക്ക് കിട്ടും. ഫോർ എൻ എക്സാമ്പിൾ, നിങ്ങൾ ഒരു 80 kgs ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ ബോഡി വെയ്റ്റ് ഇൻറ്റു 15 ഓക്കെ, അത് ചെയ്യണമെങ്കിൽ ഒരു നമ്പർ വരും, അതായത് 1200. അതാണ് നിങ്ങളുടെ കാലറി. നിങ്ങൾ പെർ ഡേ നമ്മൾ ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യാനും കാര്യങ്ങളിലെല്ലാം വേണ്ടി 1200 കാലറീസ് കൺസ്യൂം ചെയ്യണം. പിടികിട്ടിയല്ലോ? ഇവിടെ നിന്ന് നമുക്ക് പെർ ഡേ പ്രോട്ടീൻ റിക്വയർമെൻറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നമുക്കറിയാം. നിങ്ങൾ ഒരു മോഡറേറ്റീവ്ലി ആക്റ്റീവ് പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾക്ക് 1.5 തുടങ്ങി 1.8 grams ഓഫ് പ്രോട്ടീൻ പെർ ബോഡി വെയ്റ്റ് പെർ kgക്ക് കഴിക്കാവുന്നതാണ്. ആൻഡ് നിങ്ങൾ ഒരു ട്രൂലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾക്ക് 2 gram തുടങ്ങി 2.2 grams പെർ kg പ്രോട്ടീൻ കൺസ്യൂം ചെയ്യുക. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് മോഡറേറ്റീവ്ലി ആക്റ്റീവ് എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഒരാഴ്ചയിൽ 3 തുടങ്ങി 4 ദിവസം ഒരു 30 തുടങ്ങി 45 മിനിറ്റ് വർക്കൗട്ട് ചെയ്യണ ഒരാളെയാണ്. വർക്കൗട്ട് നല്ല ഏത് രീതിക്കുള്ള ഒരു എക്സസൈസ് ചെയ്യണ ഒരാളെയാണ് മോഡറേറ്റീവ്ലി ആക്റ്റീവ് എന്ന് പറയണം. ക്ലിയർ അല്ലേ? അപ്പോൾ വെറുതെ ഇരിക്കുന്നവർക്ക് ഒന്നുമില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്, അതിനും ഉണ്ട്. ബ്രോ, എനിക്ക് ഡയറ്റ് മാത്രം ചെയ്ത് വയറൊട്ടിച്ചാൽ മതി എന്നുള്ളൊരു ഐഡിയ നിൽക്കണമെങ്കിൽ പെർ kg നിങ്ങൾ 1 gram പ്രോട്ടീൻ കൺസ്യൂം ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ പ്രോട്ടീൻ ഗോൾ അച്ചീവ് ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾ വർക്കൗട്ട് ചെയ്യണമെങ്കിലും ചെയ്തില്ലെങ്കിലും ഇതാണ് ഒരു കോമൺ സ്റ്റാൻഡേർഡ്. ആൻഡ് ഫൈനലി നമ്മുടെ ലാസ്റ്റ് പോയിന്റ്, കാലറി ഡെഫിസിറ്റ്. ഈ പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ആദ്യത്തെ പോയിന്റിൽ നമ്മൾ കാലറി കണ്ടുപിടിച്ച്, ഫോർ എൻ എക്സാമ്പിൾ 2000 കാലറിയാണ് നമുക്ക് ഒരു ദിവസം നമുക്ക് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ വേണ്ടി ആകണമെന്ന് വെച്ചാൽ, ആ 2000 കാലറീസിൽ നിന്ന് 500 കാലറീസ് കട്ട് ചെയ്യും. അപ്പോൾ 1500 കാലറീസ് മാത്രം കൺസ്യൂം ചെയ്ത് നമ്മൾ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് മൊത്തം ചെയ്യും. നമ്മൾ സാധാരണ പോലെ തന്നെ, വേറെ ഒരു മാറ്റം ഉണ്ടാകില്ല. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഒരാഴ്ച കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ 500 കാലറി ഡെഫിസിറ്റിലാണ്. അത് ഏതൊരു ഡയറ്റിലാണെങ്കിലും ഈ പരിപാടി ചെയ്താൽ മാത്രമാണ് വെയിറ്റ് കുറയുള്ളൂ, ഫാറ്റ് കുറയുള്ളൂ, അങ്ങനെ എല്ലാം നടക്കുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യമൊക്കെ പിടികിട്ടിയെന്ന് തോന്നുന്നു. അപ്പോൾ ആരൊക്കെയാണ് കീറ്റോ അവോയ്ഡ് ചെയ്യേണ്ടതെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ, അതായത് 5th ഡേ വീഡിയോയിൽ പറഞ്ഞുതരാം. പിന്നെ ഞാൻ കഴിക്കുന്ന ഫുഡിൻ്റെയും കാര്യങ്ങളുടെയും ഡീറ്റെയിൽസ് എല്ലാം എല്ലാ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാനും മടിക്കണ്ട. അപ്പോൾ എന്നെ സർപ്രൈസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ആസ് ഐ ഓൾവേസ് സേ, സ്റ്റേ ട്യൂൺഡ് ആൻഡ് സീ യു സൂൺ. ബൈ.